സുഹൃത്തുക്കളെ, കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ മുളന്തുരുത്തി മേഖല ലക്ഷദ്വീപിനെ പറ്റി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് അതിൻ്റെ മേഖലാ സെക്രട്ടറി KP രവികുമാർ എന്നോട് പറഞ്ഞു. ആ പരിപാടിക്ക് പേരിട്ടത് ലക്ഷദ്വീപ് പറയുന്നത് എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പം ലക്ഷദ്വീപ് എന്താണ് പറയുന്നത്? ഇപ്പോൾ കേരളീയർക്ക് ഏറ്റവും ബന്ധമുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. അറബിക്കടലിലെ ഈ ദ്വീപ് സമൂഹങ്ങൾ നമ്മളുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്. അവരുടെ ഏറ്റവും അടുത്ത പ്രദേശം കോഴിക്കോടോ എറണാകുളമൊക്കെ ആയിരിക്കും. മാത്രമല്ല, മലബാറിന്ന് പണ്ട് കുടിയേറിയ ആളുകളാണ് അവിടെയുള്ള മഹാഭൂരിപക്ഷം. അപ്പോൾ അവരെ കണ്ടാൽ അറിയാം മലയാളികളുടെ ഒരു വ്യത്യാസമില്ല. അവരുടെ ശരീരപ്രകൃതിക്കോ കണ്ണിനോ മൂക്കിനോ ശരീരഭാഷയ്ക്കോ ഒന്നുമില്ല. അവിടെ 36 ദ്വീപുണ്ട്. അതിൽ 11 ജനവാസമുള്ളൂ. അതിൽ മിനിക്കോയ് ദ്വീപ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഭാഷ മലയാളമാണ്. മിനിക്കോയിൽ മഹൽ എന്ന് പറയും. അത് മാൽദ്വീപിലെ ദിവേഹി ഭാഷയുടെ ഒരു ശാഖയാണ്. മഹൽ എന്ന് പറയും. സാമാന്യമായ ഒരു മലയാളികളാണെന്ന് പറയാം. ഒരുപാട് ആളുകളൊന്നുമില്ല. കൂടി വന്ന 70,000 ഉണ്ടാവും. 2011 സെൻസസ് അനുസരിച്ച് അവർ 65,000-ഓളമാണ് അവരുടെ ജനസംഖ്യ. അതിനൊരു 10 കൊല്ലം കൊണ്ടൊരു 5,000 ആൾ കൂടി നിൽക്കും. അപ്പോൾ അവിടെ ജനസംഖ്യ വലിയ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നുണ്ട് ആര്? പ്രഫുൽ പട്ടേൽ. അദ്ദേഹം പറഞ്ഞത് 2 കുട്ടികളിലധികമുള്ള ആളുകൾ ഇലക്ഷൻ മത്സരിക്കാൻ പാടില്ല. അവിടെ മാത്രം ഒരു നിയമം. അവിടെ 87-90 കാലത്ത് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന വജിഹത്ത് ഹബീബുള്ള എന്ന ദേഹം കഴിഞ്ഞ ദിവസം ഹിന്ദുവിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ പറയുന്നുണ്ട് അവിടുത്തെ ജനസംഖ്യാ വർധന ഇന്ത്യയുടെ ശരാശരി കണക്കിൻ്റെ നേർപകുതിയാണ്. ഇല്ലാത്തൊരു പ്രശ്നം പ്രകോപനം ഉണ്ടാക്കുക. പ്രഫുൽ പട്ടേൽ പ്രകോപനം ഉണ്ടാക്കുകയാണ്. ആരാ പ്രഫുൽ പട്ടേൽ? അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ. കേന്ദ്ര ഗവൺമെൻറ് നിയമിക്കുന്ന ഒരാളാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം അവിടുത്തെ പരമാധികാരി. അത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് ഏറ്റവും ചെറിയതാണ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് ഏറ്റവും ചെറിയ പ്രദേശമാണ് ലക്ഷദ്വീപുകൾ. ഞാൻ പറഞ്ഞു 36 ദ്വീപുണ്ട്. അതിൽ 11 ജനവാസമുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ കണക്കിന് 1956 തൊട്ട് അവർ ഇന്ത്യയിലെ ഒരു ജില്ലയാണത്. അവിടുത്തെ ഭരണ സമ്പ്രദായം അങ്ങനെയാണ്. ഓരോ ദ്വീപും ഒരു ദ്വീപ് പഞ്ചായത്താണ്. അതിൻ്റെ മേലെ ജില്ലാ പഞ്ചായത്ത്. അവരുടെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ കവരത്തിയ, ക്യാപിറ്റൽ ഐലൻഡ്, തലസ്ഥാന ദ്വീപ്. അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ജില്ലാ കളക്ടറുണ്ട്. ഇപ്പോഴത്തെ കളക്ടർ പേര് അസ്ഗർ അലി. അദ്ദേഹം മണിപ്പൂരിക്കാരനാണ്. അവിടുത്തെ ഒരു MP ഉണ്ട്. ലക്ഷദ്വീപ് ആകെ ഒരു ലോകസഭാ മണ്ഡലമാണ്. അവിടുന്ന് പലവട്ടം ജയിച്ചു വന്നിരുന്നത് നമ്മളിൽ പലർക്കും ഓർമ്മയുള്ള PM സയീദാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ഹംദുള്ള അവിടെ MP ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ MP-യുടെ പേര് മുഹമ്മദ് ഫൈസൽ. അദ്ദേഹം NCP-കാരനാണ്. ലക്ഷദ്വീപിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി NCP. പിന്നത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഹസൻ മണിക്ഫാൻ കോൺഗ്രസ്സുകാരനാണ്. അവിടെ മുസ്ലിം ലീഗ് ഇല്ല. ലക്ഷദ്വീപിൽ ഒരിക്കലും മുസ്ലിം ലീഗ് ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോൾ അവിടെ BJP ഉണ്ട്, വലിയ പാർട്ടി അല്ലെങ്കിൽ. പിന്നെ പേരിന് CPM ഉണ്ട്, പിന്നെ ജനതാദൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ പാർട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ജനാധിപത്യ സംവിധാനം നിലവിലുണ്ട്. അതെങ്ങനെയത്? ഏറ്റവും മുകളിൽ അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ ജില്ലാ കളക്ടറുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, മറ്റ് ഓരോ ദ്വീപ് പഞ്ചായത്തിനും അതിൻ്റെ ഭരണ സംവിധാനം. അപ്പോൾ
പ്രഫുൽ പട്ടേൽ അവിടെ വന്നിട്ട് ആദ്യം ചെയ്ത പണി, അദ്ദേഹം വിമാനം ഇറങ്ങി വരുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ഉള്ള ചില വാൾ പോസ്റ്റർ കണ്ടു, ചില ഫ്ലെക്സ് ബോർഡ് കണ്ടു, നരേന്ദ്രമോദിയെ പരിഹസിക്കുന്നുണ്ട് കാർട്ടൂൺ കണ്ടു. അദ്ദേഹത്തിന് ക്ഷോഭം വന്നിട്ട് ഉടനെ തന്നെ അതിൻ്റെ ആളുകളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ പറയും. കാരണം അവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നത്. ഇവിടെ വലിയ തമാശ. ഇപ്പൊ സുപ്രീം കോടതി പറയേണ്ടി വന്നു, ഭരണാധിപന്മാരെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമല്ല. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കേസിൻ്റെ ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഭരണഘടന ഉറപ്പാക്കിയ ഒരു മൗലികാവകാശമാണ് എന്ത്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം. നമുക്ക് ആരെയും വിമർശിക്കാനും ആരെയും അനുമോദിക്കാനും ആരെയും പിന്തുണയ്ക്കാനും ആരെയും പിന്തുണക്കാതിരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാന്ന് പറയുന്നത്. എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം. റിപ്പബ്ലിക്കാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ കൊണ്ടാടുന്നത് ജനുവരി 26. അപ്പോൾ റിപ്പബ്ലിക്കായ ഒരു രാജ്യത്ത് ഒരു ഗവൺമെന്റിനെ വിമർശിച്ച ഒരു പത്രപ്രവർത്തകനെതിരായിട്ട് കേസെടുക്കുക, ഒരു സുപ്രീം കോടതിയിലെ അഭിപ്രായം പറയേണ്ടി വരിക, ഒക്കെ മഹാമാനക്കേടാണ്. ഇതാണിപ്പോൾ ഇയാൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ പണിയത്. പിന്നെ അദ്ദേഹം എത്രമേൽ ആ പ്രദേശക്കാരെ പറ്റി ഉദാസീനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഒരു കൊല്ലം അവിടെ കൊറോണ വൈറസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ആ ദ്വീപിലെ 70,000 ആളുകളെ നിന്ന് മുക്തരായിരുന്നു. ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തില്ല. പ്രഫുൽ പട്ടേൽ വന്നു, അദ്ദേഹം ഇത്തരം കാര്യങ്ങളും അദ്ദേഹം ഉദാസീനാണ്. ഇപ്പോൾ അവിടെ വളരെ കൂടിയ അളവിൽ നിർഭാഗ്യവശാൽ കോവിഡ് രോഗം പരന്നുകൊണ്ടിരിക്കും. ഒരു ഭരണാധികാരി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ജനങ്ങളുടെ ആരോഗ്യം, ആയുസാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനം എന്താണ്? ഗവൺമെന്റിനെ വിമർശിക്കുന്നത്. പിന്നെ ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അവിടുത്തെ ജില്ലാ പഞ്ചായത്തിനോടോ അവിടുത്തെ MP-യോടോ ഒരു തരത്തിലും കൂടി ആലോചിക്കാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം വലിയ തമാശ, അവിടെ ഗുണ്ടാ നിയമം നടപ്പാക്കി. അപ്പോൾ ആ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് സാധാരണ രീതിയിലുള്ള പൗരന്മാർക്കുള്ള പൗരാവകാശങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ഗുണ്ടകളുണ്ടോ? ഇല്ല. എൻ്റെ തെളിവ് ഇവിടുത്തെ ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളുടെ ഒരു പട്ടികയുണ്ട്. ആ പട്ടികയിൽ ഏറ്റവും താഴെയുള്ള പേരാണ് ലക്ഷദ്വീപ് എന്ന്. 1998 ആണ് ഞാൻ ആദ്യമായിട്ട് ലക്ഷദ്വീപ് പോയത്. അന്ന് കവരത്തിലാണ് ഞാൻ താമസിച്ചത്. അവിടെ ഒരു ജയിലുണ്ട്, അതൊരിക്കലും ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ എന്താ കാര്യം? ഒരു കുറ്റവാളി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ത്യയിൽ കുറ്റവാളി ഇല്ലാത്തതുകൊണ്ട് ഒരു ജയിൽ ഉദ്ഘാടനം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ? ഞാൻ ചെയ്തത് ചെന്നിട്ട് ആ ജയിൽ കണ്ടു, എന്നിട്ട് ഞാനൊന്ന് തൊഴുതു. കാരണം ഇന്ത്യ രാജ്യത്ത് കുറ്റവാളി ഇല്ലാത്തത് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത ഒരു ജയിലുണ്ട് എന്നറിയുന്നത് ഒരു ഇന്ത്യക്കാരനായി എനിക്ക് എത്ര അഭിമാനകരമാണെന്ന് ആലോചിച്ചിട്ട്. നേരത്തെ തന്നെ ഞങ്ങൾ അവിടുന്ന് ഞാൻ താമസിക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ വാതിൽ പൂട്ടാൻ പോയപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്ത്, അന്ന് സാഹിത്യകലാ അക്കാദമിയുടെ സെക്രട്ടറി ആയ ഡോക്ടർ M. മുല്ലക്കോയ പറഞ്ഞു, കാരശ്ശേരി അത് വാതിലൊന്നും പൂട്ടണ്ട, ഞങ്ങളൊന്നും പൂട്ടാറില്ലെന്ന്. കാരണം എന്താ? അവിടെ കളവില്ല. ആളുകൾ എന്തെങ്കിലും കട്ടുകൊണ്ട് പോവുക, കള്ളത്തരം കാണിക്കുക, അങ്ങനെ ഇല്ല. പിന്നെ ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം, അവിടെ പറമ്പുകൾക്കൊന്നും വേലിയും തെരുവൊന്നുമില്ല, മതിലൊന്നുമില്ല. അവിടെ അന്നത്തെ ഒരു പ്രധാന വാഹനം എന്ന് പറഞ്ഞത് സൈക്കിളാണ്. ഇപ്പോഴും അങ്ങനെ ആയിരിക്കും. അവിടെ ബസ്സൊന്നുമില്ല, ചെറിയ റോഡുകളാണ്. ഞാനന്ന് പോയപ്പോൾ അവിടെ ഒരു കാറേ ഉള്ളൂ, അത് അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അദ്ദേഹത്തിന് പോകുന്ന ആ വഴി മാത്രമേ വീതിയും വിസ്താരമൊക്കെ ഉള്ളൂ. മറ്റൊക്കെ ചെറിയ റോഡുകളാണ്. അവരങ്ങനെ ചെറിയ കൂട്ടരാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വികസനമില്ല എന്നല്ല. അവിടുത്തെ വിദ്യാഭ്യാസ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 95%. അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും നല്ല ശതമാനം സാക്ഷരരാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ കടമത്ത് കോളേജുണ്ട്, ആന്ധ്രോത്ത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പല സ്ഥലത്തും UP സ്കൂളും ഹൈസ്കൂളും ഒക്കെ ഉണ്ട്. അവിടെ പഠിച്ച ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുല്ലക്കോയ MA PhD ആണ്. വേറെ എൻ്റെ സുഹൃത്ത് ഡോക്ടർ കോയമക്കോയുടെ അദ്ദേഹം MA PhD ആണ്. പിന്നെ അനവധി ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ അവർ എറണാകുളത്തും കോഴിക്കോട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പല വിദ്യാർത്ഥികളും ദ്വീപുകാരാണ്. എന്താ കാരണം?
അവർക്ക് റിസർവേഷൻ ഉണ്ട് ഇവിടെ. കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിൽ അവർ ഒരു കൊല്ലം 1-2 കുട്ടികൾ ദ്വീപുന്നുണ്ടാവും. അല്ല, ഒരു ഗവൺമെൻറ് ആർട്സ് കോളേജിലുണ്ട്, ബ്രണ്ണൻ കോളേജിലുണ്ട്, മഹാരാജ് കോളേജിലുണ്ട്. അങ്ങനെ നമ്മളൊരു വളരെ ബന്ധമുള്ള കൂട്ടരാണ്. അപ്പോൾ അവർ ഏതോ കാട്ടുപൂക്കലാണ് എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അവിടേക്ക് കപ്പലുണ്ട്. ഇപ്പോൾ എറണാകുളത്തുനിന്ന് ഭാരതസീമ, ടിപ്പു സുൽത്താൻ, കവരത്തി എന്നൊക്കെ പറഞ്ഞ കപ്പലുകളുണ്ട്. പിന്നെ അവിടുത്തെ അഗത്തി എന്ന് നമ്മൾ പറയുന്ന, അവർ പറയാം അക്കത്തി എന്ന് പറയുന്ന ദ്വീപിൽ എയർപോർട്ട്. അപ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് പിന്നെ കവരത്തിക്ക് പോകണമെങ്കിൽ സാധാരണ ഇതിൽ ബോട്ടുണ്ട്, പലപ്പോഴും അവിടെ ഹെലികോപ്റ്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തോടൊരു ബന്ധമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവർ 70 കൊല്ലം പിന്നിലാണ് എന്നൊക്കെ പറയുന്നത് വെറുതെ കള്ളത്തരം പറയുന്ന കള്ളത്തരം. അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ വന്ന ഒരു പ്രധാന കള്ളത്തരം എന്താണെന്ന് വിചാരിച്ചാൽ, കുറച്ച് കൊല്ലം മുമ്പ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ കൊണ്ടു ചെന്നപ്പോൾ അവിടേക്ക് കയറ്റിയില്ലാന്ന്. അങ്ങനെ സംഭവമില്ല. ഞാൻ അവിടെയുള്ള സുഹൃത്തുക്കളോട് അന്വേഷിച്ചു. അങ്ങനെ സംഭവം ഞാൻ കേട്ടില്ല. ഞാൻ ദ്വീപുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ്. കാരണം ബന്ധം എന്താ വെച്ചാൽ, ഞാൻ അറബി മലയാളത്തിലായിരുന്നു എൻ്റെ PhD ഗവേഷണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ദ്വീപിൽ പലവട്ടം പോയത്, അവിടുത്തെ അറബി മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗാന്ധിയോട് ബഹുമാനമില്ലാത്തവരോ പ്രതിമ സ്ഥാപിക്കുന്നതിന് വിരോധമുള്ളവരോ ആരും ഇല്ല അവിടെ. പിന്നെ എന്തൊക്കെ നുണകളാണ്. ഇപ്പോൾ അവിടെ സിനിമ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആരൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ? ഇപ്പോൾ രാമു കാര്യാട്ടിൻ്റെ ദ്വീപ് എന്നൊരു സിനിമയുണ്ട്, പഴയ സിനിമ. പുതിയ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. കമൽ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഗീതു മോഹൻദാസ് ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഷൂട്ടിങ്ങിന് പോയ അനുഭവങ്ങൾ നമ്മുടെ നടന്മാരും നടികളും പറയുന്നുണ്ട്. വെറുതെ കള്ളത്തരം പറയാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ വേറെ ഉദാഹരണം, അവിടെ ശരീഅത്ത് നിയമമാണ് നടപ്പിലുള്ളത്. എന്തൊരു തമാശ എന്ന് ആലോചിച്ച് നോക്കും. ശരീഅത്ത് നിയമം എങ്ങനെ നടപ്പാക്കാൻ പറ്റും അവിടെ? ഞാൻ അവരുടെ ജീവിത രീതിയിലാവുന്നൊരു കാര്യം പറയാം. ഇപ്പോൾ അവർ ഇസ്ലാമിക ശരീഅത്ത് പിന്തുടരുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിർത്തെളിവ് ഞാൻ പറയാം. അപ്പോൾ അവിടെ സാമാന്യമായുള്ളത് മരുമക്കത്തായ മാട്രിയാർക്കി. എന്താണ്? സ്ത്രീകളിലൂടെ അനന്തരാവകാശം, സ്വത്ത് കൈമാറ്റം ചെയ്യുക. ഇതാണല്ലോ മരുമക്കത്തായ എന്ന് പറഞ്ഞത്. അവിടെ കല്യാണം കഴിച്ചാൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നതാണ്. ഇവിടെ പഴയ സംബന്ധ വ്യവസ്ഥ പോലെ. അത് അനിസ്ലാമികമായൊരു ഏർപ്പാടാണ് മരുമക്കത്തായ എന്ന് പറഞ്ഞത്. കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നു, കണ്ണൂർ തലശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ ഭാര്യ വീട് ഒരു മരുമക്കത്തായ സമ്പ്രദായമുള്ള വീടായി. ഞാൻ മരുമക്കത്തായ ഇതിന് പോയില്ല എന്ന് മാത്രമേ. പിന്നെ അവിടെ 3 ജാതി ഉണ്ട് അവിടുത്തെ സമൂഹത്തിൽ. കോയ, മാൽമി, മേലാച്ചേരി. ഇതാണ് എൻ്റെ പേര്. ഞാൻ ഒന്നുകൂടി പറയാം: കോയ, മാൽമി, മേലാച്ചേരി. ഈ 3 ജാതിക്കാരും മീൻ പിടിക്കാൻ പോകും. ദ്വീപിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗമാണ്. അവർ മീൻ പിടിച്ചാണ് അവർ ജീവിക്കുന്നത്. പിന്നെ അവർക്ക് വേറെ ഒന്നുള്ളത് തെങ്ങ് കൃഷിയാണ്. തെങ്ങ് കൃഷിയിൽ മേലാച്ചേരിക്കാർ മാത്രമേ തെങ്ങ് കയറുള്ളൂ, ബാക്കിയുള്ളൊരു തെങ്ങ് കയറില്ല. ഇതാണ് ഒരു വ്യത്യാസം. പിന്നെ കല്യാണം കഴിക്കുമ്പോഴും മറ്റേ സൽക്കാരത്തിന് വിളിക്കുമ്പോഴൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിൻ്റെ തുടർച്ചയല്ല അവിടെ ഉള്ളത്. ഇസ്ലാമിക ശരീഅത്തിലെ പല കാര്യങ്ങളും അവർ അനുസരിക്കുന്നവരുണ്ട്, ഒന്നും അനുസരിക്കുന്നില്ല എന്നല്ല. അപ്പോൾ ഇതനുസരിച്ചാണ് അവിടെ നടക്കുന്നത്. പിന്നെ സിനിമ കാണാൻ പാടില്ല, സിനിമ ഷൂട്ട് ചെയ്യാൻ പാടില്ല അവിടെ. പിന്നെ എന്താണ്, സിനിമ ഷൂട്ടിങ് സമ്മതിക്കൂല, പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കൂല എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കളവ് പ്രചരിപ്പിക്കുക. കളവ് രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ കണ്ടത് ഹിറ്റ്ലറുടെ ഭരണത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രചാരണ വകുപ്പ് മന്ത്രിയായിരുന്ന ജോസഫ് ഗീബൽസ് ആണ് കുപ്രസിദ്ധമായ ആ വാക്യം പറഞ്ഞത്: ഒരു നുണ 100 വട്ടം ആവർത്തിച്ചാൽ നേരായിക്കോളും. ഇപ്പോൾ വലിയ തമാശ അല്ലേ? ഒരു ഹിന്ദു രാഷ്ട്രവാദിയാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. അത് ഏത് സംഘടനയുടെ അംഗമായിരുന്നു എന്നുള്ളത് അപ്രധാനമാണ്. എന്താ കാരണം? ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്ന ന്യായം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഗാന്ധിയെ കൊന്നത്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ടത്. ഇപ്പോൾ അവരാണ് പറയുന്നത് എന്ത്? ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ ലക്ഷദ്വീപ് സമ്മതിച്ചില്ല. എങ്ങനെയുണ്ട്? അവർക്ക് തന്നെ ഗാന്ധിയുടെ പ്രതിമ. ലക്ഷദ്വീപുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ചാനലിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു കേട്ട്, എൻ്റെ സ്ഥലത്ത് ഗാന്ധിയുടെ പ്രതിമ കൊണ്ടുവരൂ, ഞാൻ സ്ഥാപിക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പം അവിടെ വേറൊരു തമാശ അരിച്ചു. അവിടെ ഇപ്പോൾ പുതിയ പ്രഫുൽ പട്ടേൽ കൊണ്ടുവന്ന ഒരു നിയമം എന്താണ്? മൃഗസംരക്ഷണ നിയമമാണ്. എന്താണ്? ഗോവധ നിരോധനം.
അവിടെ ഗോക്കളില്ല, പശുക്കളില്ല. അവിടെ ഗവൺമെൻറ് ഫാംസിൽ മാത്രമേ പശുക്കളുള്ളൂ. ലക്ഷദ്വീപിലിപ്പോൾ നായയില്ല. ഇപ്പോൾ കവരത്തിയിലാണ് കാക്കയില്ല. അങ്ങനെ വലിയ വിശേഷം ഉണ്ട് അവിടെ. കവരത്തി ദ്വീപിൽ കാക്കയില്ല. അതുപോലെ പൊതുവേ ലക്ഷദ്വീപിൽ എവിടെയും നായയില്ല. ഇതുപോലെ അവർ പശുവിനെ വളർത്തുന്ന ഏർപ്പാടില്ല. അവിടെ എന്തിനാ ഗോവധ നിരോധന നിയമം കൊണ്ടുവരുന്നത്? പ്രകോപനം ഉണ്ടാക്കുകയാണ്. കണ്ടോ, പ്രകോപനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഗുണ്ടകളില്ല. ഗുണ്ടാ നിയമം കൊണ്ടുവരുന്നത് എന്തിനാത്? ഗുണ്ടാ നിയമം കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരാളെ അവർക്ക് എപ്പോഴെങ്കിലും പിടിക്കേണ്ടി വന്നാൽ, എന്തിന്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലോ മറ്റു കാര്യങ്ങളുടെ പേരിലോ പിടിക്കേണ്ടി വന്നാൽ അത് ലീഗലാക്കാൻ വേണ്ടി, അത് നിയമവിധേയമാക്കാൻ വേണ്ടി, അത് നിയമലംഘനമല്ല എന്നാക്കാൻ വേണ്ടിയാണ് ഗുണ്ടാ നിയമം നേരത്തെ പാസ്സാക്കുന്നത്. ഇപ്പം ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തതിനു ശേഷമാണ് ആ വിചാരണ നടക്കുന്നത്. അവിടുത്തെ ന്യൂറംബർഗ് വിചാരണയിൽ വെളിപ്പെട്ടൊരു കാര്യം, ഹിറ്റ്ലർ യഹൂദന്മാരോട് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. എന്താ കാര്യം? അദ്ദേഹം ആദ്യം ചെയ്തത് യഹൂദന്മാരുടെ പൗരത്വം എടുത്തു കളയാണ്. പിന്നെ അവർക്ക് പൗരാവകാശം ഉണ്ടാവില്ലല്ലോ. പൗരത്വം എടുത്തു കളഞ്ഞ നിയമവിധേയമാണ്. എന്താ? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ മുതലായ രാജ്യങ്ങളോട് സഹകരിച്ചു യഹൂദന്മാർ. അവർക്ക് അവരുടെ മതത്തോടാണ് കൂടുതൽ, രാജ്യത്തോടല്ല. ജർമ്മനി തോൽക്കാനിടയായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് യഹൂദന്മാരുടെ ഈ ചാരവൃത്തിയാണ്, അവരുടെ ദേശക്കൂറില്ലായ്മയാണ് എന്നായിരുന്നു ഒരാരോപണം. വേറെ ആരോപണം അവർ വംശശുദ്ധി നശിപ്പിക്കുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആദ്യം പൗരത്വം എടുത്തു കളഞ്ഞു. പിന്നെ പൗരാവകാശങ്ങളില്ല. പിന്നെ കോടതി പോകാൻ പറ്റില്ല. കോടതി പോയാലും പ്രശ്നമൊന്നുമില്ല. എന്ന മാതിരി ഇപ്പോൾ അവിടെ ഇവരുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയുന്ന പണിയാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ പശു ഇല്ലാത്ത സ്ഥലത്ത് പശു വധ നിരോധനം വരികയാണ്. പിന്നെ അവിടുത്തെ ദ്വീപ് പഞ്ചായത്തുണ്ട്. അവിടെ ആ ദ്വീപ് പഞ്ചായത്തിനുള്ള അധികാരാവകാശങ്ങൾ ചുരുക്കിക്കളയുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ സാധാരണഗതിയിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? അവിടുത്തെ ദ്വീപ് പഞ്ചായത്തിനോടും ജില്ലാ പഞ്ചായത്തിനോടും MP-യോടൊക്കെ ആരോപിക്കണം. അവരാരും അദ്ദേഹം വകവച്ചിട്ടേ ഇല്ല. ഇപ്പോൾ അവരുടെ അധികാരങ്ങളും അവകാശങ്ങളും ചുരുക്കുന്ന ഒരു നിയമം എന്തിനാണെന്നല്ല, അവിടെ ഇപ്പോൾ ആ അധികാരാവകാശങ്ങൾ ദുർവിനിയോഗം ചെയ്തതിൻ്റെ ഒരു പരാതി ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സാംസ്കാരികമായ സ്വത്തും ഇതിനെ മുഴുവൻ നശിപ്പിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ വേറൊരു നിയമം വന്നതെന്താ വെച്ചാൽ, ലക്ഷദ്വീപ് വികസനം കൊണ്ടുവരാൻ വേണ്ടി പുതിയ അതോറിറ്റി വരുന്നതാണ്. എന്താ വികസനം എന്നുള്ളത് കൊണ്ട് പ്രഫുൽ പട്ടേൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വികസനത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അതെന്തിനാണ്? ദ്വീപിലെ ഏതെങ്കിലും രോഗിക്ക് കാര്യങ്ങൾ ഗുരുതരാവസ്ഥയിൽ എത്തിയാൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ, ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അയാളെ അതിൽപ്പെട്ട 1-2 പേരെ ഹെലികോപ്റ്ററിൽ എറണാകുളത്ത് എത്തിക്കാൻ അവിടെ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഫുൽ പട്ടേൽ ചെയ്ത ഒരു കാര്യം, ഇങ്ങനെ ഹെലികോപ്റ്റർ ഉപയോഗിക്കാനുള്ള തീരുമാനം ആരാ എടുക്കേണ്ടത്? അതൊരു 4 അംഗ സമിതി എടുക്കണമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് പോരാ. ഒരു രോഗി ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറയേണ്ട ആരാ? ഡോക്ടറാണ്. ഗുരുതരാവസ്ഥയിലാണെങ്കിൽ ഹെലികോപ്റ്റർ വേണം. കാരണം മനുഷ്യജീവൻ വളരെ വില പിടിച്ച ഒന്നാണല്ലോ. ഇപ്പം അത് 4 അംഗ സമിതി തീരുമാനിക്കണമെന്ന് വെച്ചു. കണ്ടോ? കാരണം എന്താ? അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ, കാരണം അവർക്ക് വേണ്ടപ്പെട്ട ആളെ കൊണ്ട് മാത്രമേ അത് തീരുമാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടർക്ക് എഴുതേണ്ടി വരും രോഗി ഗുരുതരാവസ്ഥയിലാണെങ്കിൽ. ഇതാണോ വികസനം? അതായത് ഭരണത്തിലെ തീരുമാനങ്ങൾ എടുക്കാനോ നടപ്പാക്കാനുള്ള സൗകര്യം എത്ര ആൾ കുറഞ്ഞിരിക്കുന്നു അത്രയും നന്നായിരിക്കും. അവിടെ ഇപ്പോൾ ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ലക്ഷദ്വീപിൽ നിന്ന് ഗുരുതരാവസ്ഥയിലുള്ളപ്പോൾ ഈ ഇടയ്ക്കിപ്പോൾ ഒരു ഗർഭിണിക്ക് അങ്ങനെ സൗകര്യം കിട്ടില്ല എന്ന് പരാതി പത്രങ്ങളിൽ കണ്ടു. ആലോചിക്കൂ. അപ്പോൾ എന്താണ് പ്രഫുൽ പട്ടേലിന് വേണ്ടത്? അദ്ദേഹത്തിന് വേണ്ടത് അവിടെ ടൂറിസം വികസിപ്പിക്കുക. എന്താണ് അവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദ്വീപാണ് ബംഗാരം. അവിടെ രാജീവ് ഗാന്ധിയൊക്കെ പോയി താമസിച്ചതിൻ്റെയൊക്കെ വലിയ വാർത്തകൾ നമ്മൾ പലരും വായിച്ചത് ഓർക്കുന്നുണ്ടാവും. അതിമനോഹരമായൊരു ദ്വീപാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രഫുൽ പട്ടേൽ പറയുന്നത്, അദ്ദേഹം കാണുന്നത് മാൽദ്വീപ്സിലുള്ള മാതിരി, മാലദ്വീപുകളിലുള്ള മാതിരി ഇവിടെ ടൂറിസം വികസിപ്പിക്കണം എന്നാണ്. എന്താ? പണം കൊയ്യാം. ആർക്ക്? കോർപ്പറേറ്റുകൾക്ക്. പട്ടേൽ എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ കാര്യം BJP
ആർക്ക് വേണ്ടി ഈ നാട് ഭരിക്കുന്നത്? അത് അദാനിക്കും അംബാനിക്കും ടാറ്റയ്ക്കും ബിർളയ്ക്കും അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. ആ കോർപ്പറേറ്റുകൾ അതിനിപ്പോൾ പുതിയ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയും. ചങ്ങാത്ത മുതലാളിത്തം. അവർ തമ്മിൽ മത്സരമല്ല, ഇപ്പം വലിയ കുത്തകകൾ അവർ തമ്മിൽ സൗഹാർദ്ദമാണ്, സഹകരണമാണ്. എന്താ കാരണം? അവർക്ക് ഓഹരി വയ്ക്കാം. നേരെ പറഞ്ഞാൽ ഇന്ത്യ രാജ്യം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇതൊരു അതിശയോക്തിയാൻ തോന്നുന്നുണ്ടോ? തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് വിറ്റു എന്നുള്ളത് കേരളീയർക്ക് പോലും ചെയ്യാൻ പറ്റിയോ? ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു തുറമുഖം ഗുജറാത്തിൽ അദാനിക്ക് വിറ്റു എന്ന് ഞാൻ വേറെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷദ്വീപുകൾ അതിൻ്റെ പ്രകൃതി മനോഹാരിത, അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ടൂറിസം വളർത്തണം. ആർക്ക്? കോർപ്പറേറ്റുകൾക്ക്. അതിന് സൗകര്യം ചെയ്യാനാണ് ഇദ്ദേഹം വന്നത്. ആ വന്നെടുത്ത് ആ ടൂറിസത്തിൻ്റെ വികസനം, അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പുതിയൊരു നിയമം അവിടെ വന്നിട്ടുണ്ട്. എന്താ നിയമം? അവിടുത്തെ ഏത് ദ്വീപിലെ ഏത് വ്യക്തിയുടെ ഏത് സ്ഥാപനത്തിൻ്റെ കെട്ടിടവും ഭൂമിയും വിലക്കെടുക്കാൻ, അതായത് ഇതിൻ്റെ വികസനത്തിന് വേണ്ടി വിലക്കെടുക്കാൻ അഡ്മിനിസ്ട്രേറ്റർ അധികാരമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ദ്വീപുകാരൻ്റെ വീട് വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്കിത് വിൽക്കാനുള്ളതല്ല, എനിക്ക് താമസിക്കാനുള്ളതാണ്, എനിക്ക് വില വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ബലമായി പിടിച്ചിറക്കിയിട്ട് അത് പിടിച്ചെടുക്കാൻ, ആ ഭൂമിയും സ്ഥലവും പിടിച്ചെടുക്കാൻ ഗവൺമെൻറ് അധികാരമുണ്ട്. ഇപ്പോൾ ഏത് ഗവൺമെൻറ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്ക്. അപ്പോൾ അങ്ങനെ ചെറുക്കുന്ന ഒരാളെ ഗുണ്ടാ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യാം, പിന്നെ ഒരു രക്ഷയില്ല. അദ്ദേഹം ഗുണ്ടയാണ്. കാരണം എന്താ? ഗവൺമെൻറ് നയത്തെ എതിർത്തു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഗുണ്ടാ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യാം. അതിനാ ഗുണ്ടാ നിയമം ഉണ്ടാക്കി വെച്ചത്. ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗുണ്ടാ നിയമം ഉണ്ടാക്കി വെച്ചത്. കാര്യം മനസ്സിലാവുണ്ട്? അപ്പോൾ ഇത് വളരെ ലളിതമാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിനൊരു മതത്തിൻ്റെ ഒക്കെ ഒരു മുഖംമൂടി കൊടുക്കാൻ വേണ്ടിയാണ്, ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കാൻ വേണ്ടിയാണ് പ്രഫുൽ പട്ടേൽ കളിക്കുന്നത്. അത് ചോക്കൂ, ആളുകൾ പശുക്കളെ വളർത്താത്ത ഒരു നാട്ടിൽ പശുവധ നിരോധന നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ അത് ഇവിടുന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ, ഇറച്ചി ഇറക്കുമതി ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്നാണ് അവിടെ മൃഗസംരക്ഷണ നിയമം. മൃഗങ്ങൾ വളരെ കുറഞ്ഞൊരു പ്രദേശം. അപ്പോൾ അവിടെ ആളുകൾ മദ്യപിക്കാറില്ല. ടൂറിസ്റ്റുകളൊക്കെ അവിടെ പോകുമ്പോൾ മദ്യപിക്കുന്ന, അവർ കപ്പലിലാണ് താമസിക്കുന്നത്, കപ്പലിൽ നിന്ന് മദ്യപിച്ചാൽ പോരാ. അവിടെ ഭൂമി, കാരണം ഇതൊക്കെ അവിടെ മദ്യനിരോധനം എടുത്തു കളയണം എന്ന് പറയുന്നത് അവരെ പ്രകോപിപ്പിക്കാനാണ്. ഇതൊരു കച്ചവടത്തിൻ്റെയോ ടൂറിസത്തിൻ്റെയോ വികസനത്തിൻ്റെ, എന്ത് വികസനമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് അവിടെ ഏറ്റവും അധികം പരിസ്ഥിതി ലോല പ്രദേശമാണ് ലക്ഷദ്വീപ്. ആ ദ്വീപുകൾ പതുക്കെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 36 ദ്വീപിൽ ഒരു ദ്വീപ് ഏതാണ്ട് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം പരിസ്ഥിതി രംഗത്താണ്. ഇപ്പോൾ പത്മശ്രീ കിട്ടിയ അലി മണിഖാന്റെ നേതൃത്വത്തിൽ കവരത്തി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി എനിക്കൊരു ധാരണയുണ്ട്. അവിടെ ഉദാഹരണം പറഞ്ഞാൽ പ്ലാസ്റ്റിക് എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പുറത്തേക്ക് കളയേണ്ടത്, എന്തൊക്കെയാണ് അവിടെ വരേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വന്നാൽ എന്താ, അവർക്ക് കുളിക്കാം, കളിക്കാം, കൂത്താടാം, കുടിച്ച് മതിക്കാം. മറ്റുള്ളവർ അവരെവിടെ പോയാലും ഒന്നുമില്ല. ഇപ്പം ഈ വികസനത്തിൻ്റെ പേരിൽ ദ്വീപൊന്നും വേണ്ട, ഈ കേരളത്തിലെ കാര്യം ആലോചിച്ച് നോക്കും. ഇവിടെ റെയിൽവേ വികസനത്തിൻ്റെ പേരിൽ, അണക്കെട്ട് നിർമ്മാണത്തിൻ്റെ പേരിൽ, വിമാനത്താവള നിർമ്മാണത്തിൻ്റെ പേരിൽ കുടിയൊഴിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾ, തൊഴിലാളികൾ, ദരിദ്രന്മാർ, അവരുടെ പുനരധിവാസം എന്തായി എന്ന് ആലോചിക്കുക. എന്താണ് ആയത്? അവരെവിടെ പോകും? ഇപ്പം നമ്മളിപ്പോൾ ആലോചിച്ചാൽ മതി. ദ്വീപും പട്ടേലും ഒന്നും ആലോചിക്കേണ്ട. കേരളത്തിൽ ഈ തരത്തിലൊക്കെയുള്ള അണക്കെട്ട് നിർമ്മാണത്തിനും വിമാനത്താവള നിർമ്മാണത്തിനും മറ്റ് ഗവൺമെൻറ് ആവശ്യങ്ങൾക്കും വേണ്ടി ഭൂമി അക്വയർ ചെയ്തിട്ട് ഇറക്കി വിട്ട ആളുകൾക്ക് കൃത്യമായ പുനരധിവാസം കിട്ടിയോ? റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് എവിടെ എത്തി? അത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്താലും കേരള ഗവൺമെൻറ് ചെയ്താലും ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ചെയ്യുന്നത്, അവിടെ ഈ നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടൂറിസം വികസനത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും എടുത്തു കളയാൻ, അതിനെതിരായിട്ട് നിൽക്കുന്നവരെ എന്തും ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. സിംഗൂർ ആലോചിച്ച് നോക്കുക, നന്ദിഗ്രാം ആലോചിച്ച് നോക്കുക. എന്താണ്? കുത്തക മുതലാളിമാർക്ക് വേണ്ടി
അവിടുത്തെ പാവപ്പെട്ട ആളുകളെ അവരുടെ ഭൂമിയിൽ നിന്ന് പിടിച്ചിറക്കാൻ അവരെ വെടിവെച്ചത്, അവരെ ചിലരെ വെടിവെച്ച് കൊന്നത് വെസ്റ്റ് ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആയിരുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ചെയ്ത്. ഇപ്പോൾ അതിൻ്റെ ഫലം അവർ അനുഭവിച്ചു. വെസ്റ്റ് ബംഗാളിൽ MLA ആയിട്ട് ഒരാൾ ആ സഭയിൽ ഇരിക്കാൻ CPM ഒന്നും പോയിട്ടില്ല. CPMൻ്റെ ഗവൺമെൻറ്റാണ് ചെയ്ത്. ഞാൻ അതാ പറയുന്നത്. അപ്പോൾ ഇത് ഈ വെസ്റ്റ് ബംഗാളിൽ, ഇത്രയും പ്രബുദ്ധമായ വെസ്റ്റ് ബംഗാളിൽ ഇങ്ങനെ നടന്നു. അവിടെ എന്താ നടക്കാൻ പാടില്ലാത്തത്? അപ്പോൾ ടൂറിസം വികസനത്തിൻ്റെ പേരിൽ ഈ ആളുകളെ അവരുടെ ഭൂമിയിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇറക്കി വിടാൻ പറ്റും. പിന്നെന്താ ഉണ്ടാവുക? ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ മാതിരി ലക്ഷദ്വീപിലെ പാവപ്പെട്ട ജനങ്ങൾ, നിഷ്കളങ്കരും നിസ്സഹായരും നിരപരാധികളുമായ ജനങ്ങൾ, അവർ ബോട്ടിലോ തോണിയിലോ കടലിലേക്ക് തള്ളപ്പെടുക ഉണ്ടാവുക. അല്ലെ അവർ വേറെ രാജ്യങ്ങളിൽ, വേറെ പ്രദേശങ്ങളിൽ അഭയാർത്ഥികളായിട്ട് അലയുണ്ടാവുക. ഭീകരമാണ് സ്ഥിതി. അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനത്തിൻ്റെ പേരിൽ, ടൂറിസത്തിൻ്റെ പേരിൽ കുത്തക മുതലാളിമാർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി, ലാഭം കൊയ്യാൻ വേണ്ടി ആ ജനങ്ങളുടെ ഭൂപ്രകൃതി, അവരുടെ പാരമ്പര്യം, അവരുടെ ചരിത്രം, അവരുടെ സംസ്കാരം ഒക്കെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. ഇതാണ് ലക്ഷദ്വീപ് നമ്മളോട് പറയുന്നത്. അത് എപ്പോഴും നമ്മൾ കേരളത്തിൻ്റെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്ന, മദിരാശി പ്രവിശ്യയിലെ നമ്മളുടെ മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ് ലക്ഷദ്വീപുകൾ. അവർ എല്ലാം കൊണ്ടും നമ്മളായിട്ട് ബന്ധപ്പെട്ട കൂട്ടരാണ്. അവർ മഹാഭൂരിപക്ഷം മലയാളികളാണ്. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്. സത്യത്തിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടത്, ഇത് പറഞ്ഞാൽ രാജ്യദ്രോഹമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് തോന്നുന്നത് അത് കേരള സ്റ്റേറ്റിൻ്റെ ഭാഗമായി തീരുകയാണ് വേണ്ടത്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ പൗരാവകാശ ലംഘനങ്ങൾക്കെതിരായിട്ടാണ് അവിടെ സമരം നടക്കുന്നത്. അവിടുത്തെ അസ്ഗർ അലി എന്ന് പറയുന്ന കലക്ടർ, മണിപ്പൂരിക്കാരനായ കലക്ടർ അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു പാവയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ജനങ്ങളോടോ അവിടുത്തെ ജനപ്രതിനിധികളോടോ ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരാളാണ്. അപ്പോൾ പ്രഫുൽ പട്ടേലിനെ തിരിച്ചു വിളിക്കണം എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് വളരെ ന്യായമായ കാര്യമാണ്. അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അവരൊരാളുടെ പ്രതിമ കത്തിക്കുന്നത്. അസ്ഗർ അലിയുടെ കോലം കത്തിച്ചോടെ ആ അളവിൽ അവിടെ ആളുകളെ പ്രകോപിപ്പിക്കുന്നൊരു പണിയെടുക്കാണ്. പ്രകോപിപ്പിക്കുന്ന എന്തിനാണ്? അവരെ അക്രമികളാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവരുടെ സമരം ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. അത് അഹിംസാനിഷ്ഠമായിട്ടും സഹിഷ്ണുതാനിഷ്ഠമായിട്ടും നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ മലയാളികൾ 100% അവരുടെ കൂടെ നിൽക്കേണ്ടതാണ്. ആ തരത്തിലുള്ളൊരു ബോധവൽക്കരണത്തിന് സഹായിക്കുന്ന ഒരു പരിപാടിയാണ് കേരള ശാസ്ത്രാഹിത്യ പരിഷത്ത് നടത്തുന്നത് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആ പരിപാടികളെ അഭിവാദ്യം ചെയ്യുന്നു. ഈ പ്രഭാഷണത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ച KP രവികുമാറിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി, നമസ്കാരം.